ഹലോ അസ്സാം വലൈക്കും നഹ്ലാസിയ ഹോപ്പ് യു ഡൂയിങ് വെൽ. ഇനി വന്നിട്ടുള്ളത് ഒരു ലിൻഡ് ഫാക്ടറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് പോയ സമയത്ത് ലിൻഡ് ഫാക്ടറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറേ ആയിട്ട് വിചാരിക്കണം കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് സമയമായിട്ടില്ല തോന്നുന്നു. അതിന് എല്ലാത്തിനും അതിൻ്റേതായ സമയമില്ല ദാസ എന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് അതിൻ്റെ സമയം വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലിൻഡ് ഫാക്ടറിയിൽ എത്തിയിട്ടോ. ഓഫ്കോഴ്സ് നമുക്ക് അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ലിൻഡ് ഫാക്ടറിയിലെത്തി. ബേസ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ പാർക്ക് ചെയ്തത്. അവിടുന്ന് അങ്ങനെ നമ്മൾ ലിൻഡ് ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്മെല്ലാട്ടോ. ഹെവൻ ഓഫ് ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഓൺലൈനിലാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും ടിക്കറ്റ് വാങ്ങാൻ പറ്റും. 15 റാങ്ക് ആണ് കേട്ടോ വരുന്നത് പ്രൈസ്. 9.3 മീറ്റർ ഹൈറ്റുള്ള ഈ ചോക്ലേറ്റ് ഫൗണ്ടൈന് 1500 ലിറ്റർ ഓഫ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആണ് ഇതിൽ കൂടെ വരുന്നത്. ഓരോ സെക്കൻഡിലും ഓരോ കിലോ ചോക്ലേറ്റ് ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ ചോക്ലേറ്റ്സ് അവിടെ ഡിസ്പ്ലേയിലും വെച്ചിട്ടുണ്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ലിൻഡ്. ഇവിടെ നമുക്ക് ടൂർ ഗൈഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ടൂർ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ടൂർ ഗൈഡാണ് കേട്ടോ ഉള്ളത്. അവരൊരു ഹെഡ്സെറ്റ് പോലത്തെ ഒരു സാധനം കിട്ടും. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് നമുക്ക് ലാംഗ്വേജ് അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ ചെവിയിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എല്ലാ ഗൈഡും നമുക്ക് തന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെവിയിലും വെച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഓരോ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു സാധനം ഉണ്ടാവും. ആ മൈക്ക് അതിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഹെഡ്സെറ്റിൽ കൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത്. ശരിക്കും അവിടെ ഒരു സ്ക്രീനിൽ നമുക്ക് ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ഓരോന്നും കാണിക്കലുണ്ട്. നമുക്ക് അവിടെ കാഫേ ഉണ്ട്, അതേപോലെ തന്നെ ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാതും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എൻട്രൻസ് നമ്മൾ ടിക്കറ്റ് ടാപ്പ് ചെയ്തു. ഓൺലൈനിൽ തന്നെ എടുത്ത കാരണം ഫോണിലാണ് ഉണ്ടായിരുന്നത്. അത് ടാപ്പ് ചെയ്ത് നമ്മൾ നേരെ ലിൻഡ് ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു ജംഗിൾ പോലെയാണ് കേട്ടോ അവിടെ ഉള്ളത്. നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, കൊക്കോ എങ്ങനെ വരുന്നത് എന്നുള്ളതും അതെങ്ങനെയാണ് ഫാം ചെയ്യുന്നതുള്ളത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു മിനി കാർഡ് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇത് 2020 കേട്ടോ ഇത് ഓപ്പൺ ആക്കിയത്. കൊക്കോൻ്റെ എല്ലാ ഹിസ്റ്ററി നമുക്ക് ശരിക്കും അവിടെ നിന്ന് മനസ്സിലാവാൻ പറ്റും. അത് നമ്മൾ ഓരോ സെക്ഷനിലും നമ്മൾ ഇതേപോലെ നമ്മുടെ ഗൈഡ് ഉണ്ടല്ലോ, ഓഡിയോ ഗൈഡ് ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലിസ്റ്റും എന്താണെന്നുള്ളത് അവിടുത്തെ എല്ലാ ഐറ്റംസും എന്തൊക്കെ സംഭവങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ കൂടെ മനസ്സിലാവാൻ പറ്റും. ശരിക്കും ചോക്ലേറ്റിനെ കുറിച്ച് പഠിക്കാൻ വല്ല താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് കൊക്കോ ഫാം ചെയ്യണത് എന്നുള്ളത് ഡീറ്റെയിൽസാണ് കേട്ടോ ഈ കാണിക്കണതൊക്കെ. നമുക്ക് അതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ചെറുതായിട്ട് ഞാനൊന്നിങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താണെന്നുള്ളതൊക്കെ. ഓരോ സെക്ഷനിൽ ഹമാദ് പോയി ടാപ്പ് ചെയ്തിട്ട് അതിങ്ങനെ ലിസൺ ചെയ്യണം അവൻ ചെയ്യണത്. ഓരോത്തിൻ്റെയും കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ടാണ്. അവർ എങ്ങനത്തെ മെഷീൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഘട്ടത്തിൽ എങ്ങനത്തെ അവർ അത് ഗ്രൈൻഡ് ചെയ്യാനും മിക്സ് ചെയ്യാനുള്ളൊക്കെ യൂസ് ചെയ്ത മെഷീൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നത്. എല്ലാത്തിനും ഇതേപോലെ ടൂർ ഗൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഗൈഡ് വെച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും കേട്ടോ.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് മെഷീനാണ്. അത് ഫസ്റ്റായിട്ട് അവർ ഇൻവെൻറ്റ് ചെയ്ത ഒരു ചോക്ലേറ്റിൻ്റെ മെഷീനാണിത് കേട്ടോ. അത് എങ്ങനെയാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ലിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പുള്ള ഒരു ചോക്ലേറ്റ് അല്ലേ. അപ്പോൾ അവരെങ്ങനെയാണ് ആ ചോക്ലേറ്റ് ഇത്രയും സ്മൂത്ത് ആക്കുക എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു മെഷീനാണ്. ഫസ്റ്റായിട്ട് അവർ ഇൻവെൻറ്റ് ചെയ്ത ഒരു മെഷീനാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ സെക്ഷനിലും നമുക്ക് ഈ ഡിവൈസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് അവിടുന്ന് ചോക്ലേറ്റ് കഴിക്കാൻ പറ്റും. ഓരോ വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനത്തെ ഓരോ ഫൗണ്ടെയിൻസ് ഉണ്ട്. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവിടുന്ന് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ചെറിയൊരു പൈപ്പിൽ കൂടി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചോക്ലേറ്റ്സ് വരും. അത് നമുക്ക് എത്ര വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം. അതൊരു ചൂടോടെ വരുന്ന ഒരു ചോക്ലേറ്റാണിത്. അപ്പോൾ അതിങ്ങനെ മെൽട്ടായിട്ട് വരുമ്പോൾ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സെക്ഷനിലും പോയിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. എൻ്റെ എപ്പോഴും ഫേവറേറ്റ് വൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് കുറേ ഞാനെടുത്ത് കഴിച്ചിട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അവർ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുള്ളത് കാണിച്ചു തരുന്നത് കേട്ടോ. അതിൽ ഒരേ ബാർ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ചോക്ലേറ്റ്സ്, ഓരോ ഫ്ലേവേഴ്സിലെ ചോക്ലേറ്റ്സും അവർ ഉണ്ടാക്കുന്ന രീതിയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. പിന്നെ ഒരു ഫണ്ണായിട്ടൊരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതെങ്കിലും ഇതില്ലാത്ത ചോക്ലേറ്റ്സ് ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അതൊന്ന് വിൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ ഏത് നല്ല ചോക്ലേറ്റ്സ് മാത്രം നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക, ബാക്കിയുള്ളത് നമ്മൾ ക്രാക്കാക്കുക, അങ്ങനത്തെ രീതിയിലുള്ളതാണ് കേട്ടോ. അതിൽ ഭയങ്കര രസമായിരുന്നു അത് കളിച്ചുകൊണ്ടിരിക്കാനും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോക്ലേറ്റ്സ് കേട്ടോ. ഓരോ നമ്മൾ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചോക്ലേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതും ഓരോ തരം ഫ്ലേവേഴ്സുള്ള ചോക്ലേറ്റ്സാണ്, കണ്ടില്ലേ. അതും ഇങ്ങനെ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എന്താ സ്പെഷ്യൽ വെച്ചാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് ചോക്ലേറ്റ്സ് ലവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും മിസ് ചെയ്യാൻ പറ്റില്ല. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചോക്ലേറ്റ്സ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. തൊട്ടടുത്ത് വലിയൊരു ചോക്ലേറ്റ് ഒക്കെ ഡിസ്പ്ലേ വെച്ചതും അതേപോലെ തന്നെ നമുക്കൊരു ലിൻഡിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ഇവിടുന്ന് ചോക്ലേറ്റ്സ് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. പക്ഷേ എടുക്കാൻ പറ്റുന്നത്, ആകെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് എല്ലാത്തിനും ഓരോ ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് കേട്ടോ. ഇവിടുന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ചോക്ലേറ്റാണ്. എല്ലാ സെക്ഷനിലും നമുക്ക് ഓരോ ചോക്ലേറ്റ്സ് വെച്ചിട്ട് എടുക്കാം. ഞാൻ ഇങ്ങനെ എല്ലാത്തിനും ഓരോ ചോക്ലേറ്റ്സ് വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾ ഓരോ റൗണ്ടിൽ വന്ന് ചോക്ലേറ്റ്സ് എടുത്തിട്ട് അവർ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോന്നും എടുത്തിട്ട് ബാഗിലൊക്കെ ഇടുന്നുണ്ട്. വേറെ കാര്യം. എന്നാലും എല്ലാ ചോക്ലേറ്റ്സ് നമുക്ക് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് സാമ്പിളിൽ നിന്ന് കിട്ടും. ഇതാണ് എനിക്ക് അടുത്ത സെക്ഷനായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ. ചോക്ലേറ്റ് ഇങ്ങനെ ഓരോ സെക്ഷനിൽ പോയിട്ട് നമ്മൾ റോളർ കോസ്റ്ററൊക്കെ അല്ലേ, അതുപോലെ ഇങ്ങനെ ഓരോ സെക്ഷനിൽ പോയിട്ട് അതിന്ന് ഒരു അവിടുത്തെ ഒരു ചോക്ലേറ്റ് മാൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് അത് നമുക്ക് എടുത്തിട്ട് വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഇത് ഭയങ്കര രസമാണ് കാണാനുള്ളത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഇങ്ങനെ അവരുടെ കയ്യിൽ നമ്മൾ കിട്ടി തരുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓരോ ചോക്ലേറ്റ്സ് നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്കത് കളിക്കാനുള്ള ഓപ്ഷൻസ് വരുന്നത്. അതും ഫ്രീ ആയിട്ടാണ് കേട്ടോ വരുന്നത്.
അപ്പോൾ നിങ്ങൾ സ്വിറ്റ്സർലാൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ലിൻഡ് ഫാക്ടറി എന്തായാലും മറക്കാണ്ട് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞു നേരെ ചെല്ലുന്നത് താഴേക്ക് പോയി. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് അവരെങ്ങനെയാണ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കി തരുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ക്ലാസ് പോലെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് അവിടെ ഇരുന്നിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഓരോന്നും നമ്മൾ നേരത്തെ ഗൈഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓഡിയോ ഗൈഡ് യൂസ് ചെയ്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്കത് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഇതുണ്ട്. അവിടെ ഞാൻ ഇരുന്നിട്ട് ഒരുപാട് സമയമൊന്നും കളഞ്ഞില്ല. ഇതാണ് അവിടുത്തെ ഒരു കഫേ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളതൊക്കെ കഴിക്കാം. പക്ഷെ ഇത് ഫ്രീ അല്ല, ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അവിടുന്ന് ജസ്റ്റ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി അവിടെ നിന്ന് കുറേയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞാൻ കയറിയത് നേരെ ചോക്ലേറ്റിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടെ നിന്ന് നമുക്ക് എന്താ വേണ്ടതെന്ന് ലൈവായിട്ട് നമുക്ക് ഏത് ചോക്ലേറ്റ് വേണ്ടത് അത് kg നമ്മൾ കണക്കാക്കിയിട്ട് അവിടെ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് റൈറ്റിംഗ് നെയിംസും കാര്യങ്ങളും, ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വേണമെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ നമുക്ക് അവിടെ എഴുതി തരും. അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഉണ്ട് അവിടെ. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ ബാഗ് എടുത്തു. ആവശ്യമുള്ള ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ വാരി കൂട്ടാൻ തുടങ്ങി കേട്ടോ. എൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കലും, ഹസ്ബൻഡിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് കളക്ട് ചെയ്യുന്നത്. ഏതൊക്കെ ഫ്ലേവേഴ്സ് വേണ്ടതെന്നുള്ളത് ചോക്ലേറ്റ്സ് ഞാൻ പറയും. അപ്പോൾ ഹസ്ബൻഡ് എടുക്കും. ഹസ്ബൻഡിന് ഇഷ്ടമായതും കുട്ടികൾക്ക് ഇഷ്ടമായതൊക്കെ ഓരോന്നും നോക്കിയിട്ട് ഞങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഞങ്ങൾ വാങ്ങി അങ്ങനെ ബിൽ കൗണ്ടറിലേക്ക് പോയിട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ നമ്മൾ നേരത്തെ കളക്ട് ചെയ്തല്ലോ അത് അവരവിടെ വെച്ചിട്ട് അത് എത്ര kg ഉണ്ട് നോക്കിയിട്ട് ആ ഒരു പ്രൈസ് ഇടുകയാണ് ചെയ്യുന്നത്. അത് അല്ലാതെ ഓരോന്നിനും ഓരോ പ്രൈസ് അങ്ങനെയല്ല കേട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് അവരുടെ പുറത്തുള്ള വ്യൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്, ഫോട്ടോസ് എന്തായാലും എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ആ ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ലിൻഡ് ഫാക്ടറിയിലെ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.